ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാമല്ലേ, കുറച്ച് സ്കൂളുകളിലേക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടല്ലേ ഈ വർഷത്തെ. അപ്പോൾ ആ സ്കൂളുകളിൽ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ നടക്കാനിരുന്ന നിങ്ങളുടെ എക്സാമിന് ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ച് എക്സാമിന് പോവുക. ഓക്കെ, നമുക്ക് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫസ്റ്റ് നോക്കാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. Which among the following statement is not correct about recovery? റിക്കവറിയെ കുറിച്ചിട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായതാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബ്രിങ് ബാക്ക് ദ ബോഡി ടു ദ ഒറിജിനൽ സ്റ്റേറ്റ് ആഫ്റ്റർ സ്ട്രെനസ് ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് കഠിനമായിട്ടുള്ള വ്യായാമത്തിന് ശേഷം ശരീരത്തെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയാണെന്ന് പറയുന്നുണ്ട്. ദെൻ ബി, ഇറ്റ് കോൺട്രാസ്റ്റ് ദാറ്റ് ദ റേഷ്യോ വാം വാട്ടർ കോൾഡ് വാട്ടർ ഈസ് 3:1. കോൺട്രാസ്റ്റ് ബാത്തിൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും തമ്മിലുള്ള അനുപാതം 3:1 ആണ്. ദ ടൈം ടേക്കൺ ഫോർ റിക്കവറി ഈസ് സെയിം ടു ഓൾ. റിക്കവറി എടുക്കുന്ന സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. ദെൻ പ്രോപ്പർ സെറ്റ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ് ഹെൽപ്പ് സസ്റ്റെയിൻ ഹോർമോൺ ബാലൻസ്. ശരിയായ വിശ്രമവും ഉറക്കവും ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. അപ്പോൾ തന്നിട്ടുള്ളതിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓൺലി സി ആണല്ലേ, അതായത് ഓപ്ഷൻ സി, അതായത് ഓൺലി സി എന്ന ആൻസർ ആണ്. ദ ടൈം ടേക്കൺ ഫോർ റിക്കവറി ഈസ് സെയിം ടു ഓൾ എന്നുള്ളതാണ് അല്ലേ. ആൻസർ ഓപ്ഷൻ സി ആണ്. ദെൻ ചൂസ് ദ റൈറ്റ് ആൻസർ. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് അല്ലേ. ഇൻ വിച്ച് കാറ്റഗറി ഡസ് ദ എബിലിറ്റി ടു എൻഗേജ് ഇൻ ഡെയിലി ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ്. അതായത് ഡെയിലി ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ള കഴിവ് ഇത് ഏത് വിഭാഗത്തിൽ, വിച്ച് കാറ്റഗറിയിലാണ് അല്ലേ, ഏത് ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫങ്ഷണൽ ഫിറ്റ്നസ്, പെർഫോമൻസ് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, ദെൻ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, കോസ്മെറ്റിക് ഫിറ്റ്നസ്. ഇതിൽ ഏതാണ് ആൻസർ? ഓൺലി. Yes, choose the correct right answer. In which category does the ability engage in daily activities include? Okay, the next question നോക്കാം നമുക്ക്. കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണല്ലേ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Then observe the picture given below. Identify the type of games. അത് ഏതൊക്കെ ഗെയിമാണ്? ഔട്ട്ഡോർ ഗെയിം ആണല്ലേ, ടീം ഗെയിംസ് ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ടേബിൾ നോക്കിയിട്ട് ഇത് എന്ത് ഗെയിമാണെന്ന് നിങ്ങൾ കണ്ടെത്തുക അല്ലേ. ഓക്കെ, ദ ബിലോങ് ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡോർ ഗെയിം ഉണ്ടാവും, ഔട്ട്ഡോർ ഗെയിം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ഗെയിം എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എഴുതുക. ദെൻ വൈ ഈസ് ചെന്നൈ സിറ്റി കോൾഡ് ദ ഫാക്ടറി ഓഫ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ്. ചെന്നൈ നഗരത്തെ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ഫാക്ടറി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ചെന്നൈ ഹാസ് പ്രൊഡ്യൂസ്ഡ് മെനി ചെസ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ആരൊക്കെയാണ്? നമ്മുടെ വിശ്വനാഥൻ ആനന്ദ് അല്ലേ. വിശ്വനാഥൻ ആനന്ദ് ഉൾപ്പെടെ നിരവധി ചെസ് ഗ്രാൻഡ് മാസ്റ്റർമാരെ ചെന്നൈ നഗരം കായിക ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് ഫാക്ടറി ഓഫ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. സപ്പോസ് എ ചൈൽഡ്സ് ലെഗ് സഫേർഡ് contusion during a cycle rally. What are the two first aid methods to be given at the earliest? ഒരു സൈക്കിൾ റാലിക്കിടെ കുട്ടിയുടെ കാലിൽ എന്ത് ചെയ്യാണ്, ചതവ് പറ്റിയെന്ന് കരുതുക. അപ്പോൾ ഫസ്റ്റ് നൽകേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ് അല്ലേ. ഫസ്റ്റ് എയ്ഡ് മെത്തേഡ്സ് ടു ഗിവൻ ടു ബി ദ ഏർലിയസ്റ്റ്. ഏറ്റവും ആദ്യം നൽകേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഫസ്റ്റ് റെസ്റ്റ് കൊടുക്കുക അല്ലേ. ദെൻ അപ്ലൈസ് ഐസ് പാക്ക്. ദെൻ ആദ്യം വിശ്രമം നൽകുക, പിന്നെ എന്ത് ചെയ്യുക, ഐസ് പാക്ക് അല്ലേ, ചതവിനുള്ള ആദ്യ ചികിത്സ എന്ന നിലയിൽ ഐസ് പാക്ക് വയ്ക്കുക. Then next question. Abhilash Tomy participated in Golden Globe race competition. Write any two important peculiarities of this game. ഈ ഗെയിമിൻ്റെ എന്തെങ്കിലും രണ്ട് പെക്കുലാരിറ്റീസ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ പെക്കുലാരിറ്റി എന്ന് പറയുന്നത്? സോളോ നോൺ സ്റ്റോപ്പ് സെഗ്മെൻറ്റേഷൻ, അതായത് ലോകം ചുറ്റി നിർത്താതെയുള്ള ഏകാംഗ പായ്വഞ്ചി ഓട്ടാണല്ലേ. ദെൻ യൂസ് ഓഫ് വിൻറ്റേജ് ടെക്നോളജി, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകളോ GPS ഇല്ലാതെ പഴയകാല രീതിയിലാണല്ലേ. യൂസ് ഓഫ് വിൻറ്റേജ് ടെക്നോളജി, അതായത് വിത്തൗട്ട് മോഡേൺ GPS. In the school annual day celebration, a group of students engage in attractive physical performance in tune with music. What are such movements called? Write any two sport items in this category. അപ്പോൾ ഇങ്ങനത്തെ ഇതിനെന്താ പറയുന്നത്? മൂവ്മെൻറ്റ്സിൽ എന്താ നമ്മൾ പറയുന്നത്?
യെസ്, എയറോബിക്സ് എന്നാണ് അല്ലേ. എയറോബിക്സ് ദിസ് കോൾഡ് റിതമിക് എക്സസൈസ് അല്ലേ. ദേ ആർ കോൾഡ് റിതമിക് എക്സസൈസ് ആണ് ഇത്തരം ചലനാത്മകളെ താളാത്മക വ്യായാമങ്ങൾ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണമാണ് എയറോബിക്സും ജിംനാസ്റ്റിക്സും അല്ലെ. എയറോബിക്സും ജിംനാസ്റ്റിക്സും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, then what are the major difference between mandatory science and informational science? മാൻഡേറ്ററി സയൻസും ഇൻഫോർമേഷണൽ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. മാൻഡേറ്ററി സയൻസ് എന്താണ്? അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൂൾസ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് അല്ലേ. അതായത് എക്സാമ്പിൾ സ്റ്റോപ്പ്. വൈൽ ഇന്റർനാഷണൽ സയൻസ് എന്ത് ചെയ്യാണ്? പ്രൊവൈഡ് ഡയറക്ഷൻ ഓർ ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ മാൻഡേറ്ററി സയൻസ് ഇൻഡിക്കേറ്റ് ദ റൂൾസ് ആസ് മസ്റ്റ് ബി ഫോളോഡ്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട നിയമങ്ങളാണ് അല്ലേ, നിർബന്ധിത ചിഹ്നങ്ങളെയാണ്. ഉദാഹരണത്തിന് എക്സാമ്പിൾ സ്റ്റോപ്പ് അതുപോലുള്ളത് അല്ലേ. ദെൻ വൈൽ ഇൻഫോർമേഷണൽ സയൻസ് പ്രൊവൈഡ് ഡയറക്ഷൻ ഓർ ഇൻഫോർമേഷൻ. ഡയറക്ഷനോ അതുപോലെ തന്നെ ഇൻഫോർമേഷനൊക്കെ നൽകുന്നവയാണ് എന്ത്? ഇൻഫോർമേഷണൽ സയൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹോസ്പിറ്റൽ, സ്കൂൾ അതുപോലുള്ള ഇതൊക്കെ, പാർക്കിംഗ് അങ്ങനെയുള്ളതൊക്കെ എന്താണ്? യെസ്, ഇൻഫോർമേഷണൽ സയൻസ് ആണ്. ദെൻ A child was while dribbling the ball. What kind of movement is? Write example of such movements. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? പന്ത് തട്ടുകയാണല്ലേ. അപ്പോൾ ഇത് ഏത് തരത്തിലുള്ള ചലനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. then എക്സാമ്പിൾസും അല്ലേ, ഇത്തരം ചലനങ്ങൾക്ക് എക്സാമ്പിൾസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് എന്ത് തരം ചലനമാണ്? അതെ, മാനിപ്പുലേറ്റീവ് സ്കിൽ വിത്ത് ഐക്കോമോഷൻ ആണ് അല്ലേ. അതായത് ഇത് വസ്തുക്കളെ കൈകാര്യം ചെയ്തുകൊണ്ടുള്ള സ്ഥാനമാറ്റ ചലനമാണ്. ഇനി എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം? ഡ്രിബ്ലിംഗ്, ഫുട്ബോൾ ഓർ ബാസ്കറ്റ് ബോൾ. അതുപോലെ ഫുട്ബോൾ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ ഡ്രിബ്ലിംഗ് അല്ലേ. ഡ്രിബ്ലിംഗ്, ഫുട്ബോൾ ഓർ ബാസ്കറ്റ് ബോൾ. ദെൻ വാട്ട് ഈസ് മീൻ ബൈ മഡ് സ്പോർട്സ്? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ സ്പോട്ട് ഇറ്റ്. മഡ് സ്പോർട്സ് എന്നാൽ എന്തൊരു ഉദാഹരണം എഴുതുക. എന്താണ് മഡ് സ്പോർട്സ്? സ്പോർട്ട് പ്ലേഡ് ഇൻ മഡ്. എക്സാമ്പിൾ മഡ് ഫുട്ബോൾ, ബുൾ റേസ്. അതൊക്കെ എന്താണ്? മഡ് സ്പോർട്സിന് ഉദാഹരണങ്ങളാണ് അല്ലേ. അതായത് ചെളിയിലോ വയലിലോ വെച്ച് നടക്കുന്ന കായിക വിനോദങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? മഡ് സ്പോർട്സ് എന്ന് പറയുന്നത് അല്ലേ. ഉദാഹരണത്തിന് നമുക്ക് മഡ് ഫുട്ബോൾ അതുപോലെ മരമടി അഥവാ കാളപ്പൂട്ടൊക്കെ എന്താണ്? ഇതിന് ഉദാഹരണങ്ങളാണ് അല്ലേ. ബുൾ റേസ്. ഓക്കെ, ദെൻ there are many children who show maturity in facing failure. They participate in competition, encourage the players, play with healthy food habits, and take rest for a better physical performance. What does this idea indicate? Explain ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ എഡിറ്റിംഗ്, റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. തന്നിട്ടുള്ളതിൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ദെൻ നമുക്കതിന് മുമ്പ് ആർട്ട് എഡ്യൂക്കേഷൻ ആണല്ലേ നോക്കാം. നെയിം ദ ഫോം ഇൻ വിച്ച് മെറ്റൽ പ്ലേറ്റ്സ്, പേപ്പർ ബീഡ്സ് ആൻഡ് പ്ലേസസ് ഓഫ് ക്ലോത്ത്സ് വേർ പേസ്റ്റഡ് ടുഗദർ മേക്ക് എ പിക്ചർ. എന്താ പറയുന്നത്? മെറ്റൽ പ്ലേറ്റുകൾ, പേപ്പർ കഷ്ണങ്ങൾ, തുണി കഷ്ണങ്ങളൊക്കെ എന്നിവ ഒട്ടിച്ച് ചിത്രം നിർമ്മിക്കുന്ന കലാരൂപം ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കൊളാഷ് ആണല്ലേ. Then some statements are given based in the picture. Identify the correct statement. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. It is a string instrument. Music is not played in string instrument. It is a Western musical instrument. It is wine instrument made of wood അല്ലേ. അപ്പോൾ തന്നിട്ടുള്ള ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇറ്റ് ഈസ് എ സ്ട്രിങ് ഇൻസ്ട്രുമെൻ്റ് അല്ലേ. ഇതൊരു തന്ത്രിവാദ്യമാണ് അല്ലേ. ഇറ്റ് ഈസ് എ സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ഇതൊരു തന്ത്രിവാദ്യമാണല്ലേ. ഓക്കെ, ദെൻ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ ഫ്രം 3 to 6. ദർ ആർ മെനി ഡാൻസ് ഫോംസ് ഇൻ കേരള പെർഫോംഡ് ബൈ വെയറിംഗ് decorative attire and the background musical instruments and wearing face masks. Write any two such dance forms. ഏതെങ്കിലും അതുപോലെ 2 ഡാൻസ് ഫോംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കഥകളി, തെയ്യമൊക്കെ എഴുതാം അല്ലേ. ദെൻ the actor in the radio drama will be more careful with the sound modulation than the actor in the stage drama. What is your opinion about the statement? സ്റ്റേജിൽ എങ്ങനെയാണ്? നാടകത്തിൽ നടനേക്കാൾ ശബ്ദ നിയന്ത്രണം റേഡിയോ നാടകത്തിലെ
നടന്ന് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കൽ. ഈ പ്രസ്താവനയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അത്? കറക്റ്റ് ആണല്ലേ. ഇനി റേഡിയോ ഡ്രാമയിൽ എന്താണ്? സിൻസ് വിഷ്വൽ ആർ ആബ്സെന്റ് അല്ലേ, ദെൻ എൻ്റർ ഇമോഷൻ ആൻഡ് സ്റ്റോറി മസ്റ്റ് ബി കൺവേഡ് ത്രൂ സൗണ്ട് മോഡുലേഷൻ അലോൺ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ആർട്ട് എഡ്യൂക്കേഷനിലെ അടുത്ത ചോദ്യമാണ്. വീഡിയോ എഡിറ്റിംഗ് റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. തന്നിട്ടുള്ളതിൽ കറക്റ്റ് ഓപ്ഷൻസ് ഏതാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. യെസ്, ദ ക്യാപ്ചർ ഷോട്ട്സ് ആർ അറേഞ്ച്, ദ നീഡഡ് വൺസ് ആർ അൺവാണ്ടഡ് അല്ലേ. ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ദെൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആർ യൂസ് ടു ക്രിയേറ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ ഫിലിംസ് ആൻഡ് ഡ്രാമാസ്. ഡു യു തിങ്ക് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇൻ ഫിലിംസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സ്പെക്ടേഷൻ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് ചിരിമേലി നാടകത്തിൽ പശ്ചാത്തല സംഗീതം കാണികളെ സ്വാധീനിക്കും നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? അങ്ങനെ തന്നെയാണ് അല്ലേ. യെസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ക്രിയേറ്റ് ദ റൈറ്റ് മൂഡ് അല്ലേ, ദെൻ എൻഹാൻസ് ഇമോഷൻസ് ആൻഡ് മേക്സ് ദ സീൻസ് മോർ ഇഫക്റ്റീവ് ഫോർ ദ ഓഡിയൻസ് അല്ലേ. Okay, then answer any one of the questions 7A or 7B. Observe the picture, identify the dance form, rewrite the suitable ones. അപ്പോൾ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. നിങ്ങൾക്ക് ഒന്ന് ഏതായിരിക്കും? 4 ആണല്ലേ വരിക. പരിചമുട്ടുകളി. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ബി 5 അല്ലേ, ചാവി. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യാതെ എളുപ്പമല്ലേ കോൽക്കളി. ഓക്കെ, ദെൻ ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്ത് യോജിപ്പിച്ച് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം നോക്കാം. വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ നൽകിയിട്ടുള്ളത്. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആ കറക്റ്റ് ആണ്. ദെൻ മാച്ച് ദ കറക്റ്റ് ഓപ്ഷൻസ് ആണ്. തന്നിട്ടുള്ളതിൽ കറക്റ്റ് ഓപ്ഷൻസ് ഏതാണെന്നാണല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. ദെൻ സർക്യൂട്ട്സ് വെർ മെയ്ഡ് ബൈ Sia adding cells. One circuit shown more than other. Explain the reason. സി എന്ത് ചെയ്യാണ്? 2 സർക്യൂട്ടുകൾ ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ 1 സർക്യൂട്ട് ഷോൺ ഫ്രം മോർ ദാൻ അതർ. ഒരു സർക്യൂട്ടിലെ ബൾബ് കൂടുതൽ പ്രകാശിച്ചല്ലേ. കാരണം വിശദാക്കുക. എന്തായിരിക്കും കാരണം? യെസ്, ദ സർക്യൂട്ട് ദാറ്റ് ഷോൺ മോർ ലൈറ്റ് ടു ബി ഇൻ പാരലൽ മൈറ്റ് ഹാവ് എ ഹയർ വോൾട്ടേജ് ബാറ്ററി അല്ലേ. അപ്പോൾ എന്താണ് അവിടെ? കൂടുതൽ പ്രകാശ സർക്യൂട്ട് പാരലൽ കണക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ ഉയർന്ന വോൾട്ടേജ് ഉള്ള ബാറ്ററി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അനു ആൻഡ് വിനു മേഡ് 2 toys. ദേ വാണ്ട് ടു മൂവ് ദ ടോയ്സ്. സജസ്റ്റ് 2 different ways to move them. അതിനെ ചലിപ്പിക്കാൻ 2 വ്യത്യസ്ത വഴികൾ. എന്തൊക്കെ ചെയ്യാം? യൂസിങ് വീൽസ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ യൂസിങ് മാഗ്നറ്റ്സ് അല്ലേ. മാഗ്നറ്റ്സ് ഉപയോഗിച്ച് അതിനെ ചലിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. Tindu bought a new dress in connection with the school annual day celebration. Suggest 2 ways to make clothing more attractive. കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ എന്തൊക്കെ ചെയ്യാം? എംബ്രോയിഡറി, ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് അട്രാക്റ്റീവ് ആക്കാം അല്ലേ. ഈവൻ ദോ പെയിൻറ്റ് ഗ്രോയിങ് ഇറ്റ്സ് മനൂസ് ഹൗസ് വാസ് വാട്ടേഡ് ആൻഡ് ഫെർട്ടിലൈസ്ഡ് വെൽ, ഇറ്റ്സ് ലീവ്സ് ടേൺ on yellowish and stopped growing. He noticed the roots coming out through the hole and the bottom of the pot. What is the reason behind this? ഇതിനുള്ള റീസൺ എന്താണ്? റൂട്ട് ബൗണ്ട് അല്ലേ, നോട്ട് ഇൻ എ സ്പേസ് ഫോർ റൂട്ട്സ് ഇൻ ദ പോട്ട് അല്ലേ. അതായത് ചെടിക്കുള്ളിൽ വേരുകൾക്ക് വളരാൻ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് അല്ലേ. ദെൻ വാട്ട് മെത്തേഡ് വിൽ യു അഡോപ്റ്റ് ടു സോൾവ് ദ പ്രോബ്ലം ദ പ്ലാൻ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ ഈ സിറ്റുവേഷൻ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെടി മാറ്റി നടുക അല്ലേ, വേറെ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി നടുക. റീപോട്ടിങ് ഇൻ ടു എ ലാർജർ പോട്ട്. ഓക്കെ, ദെൻ 7th question. Irva decided to make a grape jam as a part of starting manufacturing unit at the school. What are the ingredients need to prepare jam for 1 kilogram grapes? 1 kilogram grapes അല്ലേ. എന്തൊക്കെ ചേരുവകൾ വേണം? മുന്തിരി വേണം, അതുപോലെ തന്നെ പിന്നെന്ത് വേണം? പഞ്ചസാര വേണം അല്ലേ. പഞ്ചസാര വേണം, നാരങ്ങ നീരൊക്കെ വേണം അല്ലേ.
ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് പ്രിപ്പയർഡ് ഗ്രേപ്പ് ജാം. ഗ്രേപ്പ് ഉണ്ടാക്കുന്ന ഗ്രേപ്പ് ജാം ഉണ്ടാക്കാനുള്ള മെത്തേഡാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ദെൻ അമ്മു കെപ്റ്റ് മാംഗോ ഇൻ സാൾട്ട് വാട്ടർ. അജു കട്ട് ദ മാംഗോസ് ഇൻ ടു സ്മോൾ പീസസ് ആൻഡ് ഡ്രൈഡ് ദം ഇൻ ദ സൺ. ഓൾദോ ബോത്ത് ആർ മെത്തേഡ്സ് ഓഫ് പ്രിസർവിംഗ് ഫുഡ്. അല്ലേ, രണ്ടുപേരും ഫുഡ് പ്രിസർവ് ചെയ്യണം. വാട്ട് ആർ ദ പെക്കുലാരിറ്റീസ് ഓഫ് ഡൈയിങ് ഓഫ് പ്രിസർവിംഗ് ഫുഡ് ഐറ്റംസ്? ദെൻ വാട്ട് മേക്സ് ദ മെത്തേഡ് സ്പെഷ്യൽ കമ്പയർഡ് ടു അതർ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിങ്ങനെ ഉണക്കി സൂക്ഷിക്കുമ്പോൾ അതിലത്തെ ജലാംശം പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടും അല്ലേ. അതുവഴി എന്താണ്, സൂക്ഷ്മജീവികളുടെ ഒക്കെ വളർച്ച തടയാൻ പറ്റും അല്ലേ. ദ റൈറ്റ് അതർ ടു മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ. എന്തൊക്കെ ചെയ്യാം? നമുക്ക് റെഫ്രിജറേഷൻ ചെയ്യാം, അതുപോലെ തന്നെ കാനിങ് ചെയ്യാം അല്ലേ. ശീതീകരിക്കുക, തണുപ്പിക്കുക, അതായത് റെഫ്രിജറേഷൻ ചെയ്യുക. അതുപോലെ തന്നെ കാനിങ്, ടിന്നിൽ അടച്ച് വെക്കുക അല്ലേ, കാനിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് നമ്മൾ ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തത്, ഓരോ ക്വസ്റ്റ്യൻസ് നന്നായി മനസ്സിലാക്കി പഠിച്ച് വെക്കുക. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ എക്സാമിന് വരുന്നുണ്ടാവുക. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.